routing അല്ലേ? നെറ്റ്വർക്ക് ലെയറിന്റെ the main function of network layer is a routing algorithms നമ്മൾ 8 എണ്ണം പഠിച്ചു. ആ 8 റൗട്ടിംഗ് അൽഗോരിതം ജസ്റ്റ് ഒന്ന് നല്ലവണ്ണം മനസ്സിലാക്കി വെക്കുക. റൗട്ടിംഗ് അൽഗോരിതം ഇമ്പോർട്ടന്റ് ആണ്. Now we are move on to another important thing, IP addressing, internet protocol addressing. Okay, move ചെയ്യാം. Sorry. The internet protocol IP addresses are used to uniquely identify and locate any system connected in the internet. That is, two networked system cannot be assigned identical IP address. Although private IP addresses are reusable among private networks, will be discussed. Okay, internet protocol. നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ എന്നറിയാവോ? 6 ആണോ സാറേ? Yes. IPv6. IPv4 is the first. It's a 4 version of the internet protocol. Uses 32-bit addresses. Now it is reached to IPv6. IP addressing. Can you share the screen? Yes sir, കാണാം. Outline. Can you see the screen? കാണാം സാറേ. Outline എന്നുള്ള ഭാഗമല്ലേ IP, the internet protocol. Okay. The internet protocol, നമ്മൾ ഇതിന്റെ എന്താ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നത് സർവീസ് ക്യാരക്ടറിസ്റ്റിക്സ്, IP ഡാറ്റാഗ്രാം ഫോർമാറ്റ്, IP അഡ്രസ്സസ്, ക്ലാസസ് into domain routing, then RSI turning names into addresses, forwarding IP datagrams. The internet protocol stack, application, transport, network and link. This is the 4 layer of TCP/IP, isn't it? TCP/IP 4 layer ullu as compared to the OSI. OSI ku 7 layer undu: link, network, transport, then application. Then data, TCP segment enna data undu, header undu. Then IP ക്ക് ഡാറ്റ കൂടുതലാണ്, ഹെഡർ കുറവാണ്. ഇൻ ദ കേസ് ഓഫ് IP. ദ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, നിങ്ങൾക്ക് ഇത് സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ദ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ IP, characteristics of IP, it is a connectionless. What is a connectionless? What is a connectionless? Connectionless എന്ന് പറഞ്ഞാൽ എൻഡ് ടു എൻഡ് കണക്ഷൻ ആവശ്യമില്ല. ഇന്റർനെറ്റ് സ്വിച്ചിങ് ഇല്ല, ഇന്റർനെറ്റ് നെറ്റ്വർക്സിലെ എൻഡ് ടു എൻഡ് കണക്ഷൻ നിർബന്ധമില്ല, ടെലിഫോൺസ് പോലെ. അതാണ് കണക്ഷൻലെസ് എന്ന് പറയുന്നത്. കണക്ഷൻ ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം മാത്രമേ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. കണക്ഷൻലെസ്സിൽ മിസ് സീക്വൻസിങ് ആണ്, അതായത് ഓരോ പാക്കറ്റ്സ് ഓരോ ലൈനിൽ കൂടി ആയിരിക്കും കയറി പോകുന്നത്, ഒരേ പാത്ത് ചൂസ് ചെയ്യണമെന്നില്ല. Okay. Unreliable means, why it is called unreliable? Because there is a possibility to lost the packets. Best effort, but only if necessary. Datagram individually routed. Okay, these are the some characteristics of IP. The protocol stack of IT datagram: version, HLEN, TOS, total length, then ID, flags, frag, offset, TTL, then protocol checksum, SRC IP address, DST IP address, then options. നിങ്ങൾക്ക് protocol stack ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ അതിനകത്ത്. How many bits are the IP address? ഒരു IP address എന്ന് പറഞ്ഞാൽ എത്ര ബിറ്റ് ആണ്? 64. 32. 4 ബൈറ്റ് ആണ്. ഓക്കെ, ഇന്നലെ പഠിച്ചതല്ലേ? അതിനകത്ത് ഫസ്റ്റ് 16 ബിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിനെ, ലാസ്റ്റ് 16 ബിറ്റ് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റിനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ദ ഫ്രാഗ്മെന്റേഷൻ. വാട്ട് ഇസ് മീൻ ഫ്രാഗ്മെന്റേഷൻ? Fragmentation means
മുമ്പേ ഞാൻ പറഞ്ഞു, അതായത് IP അഡ്രസ്സിങ്ങില് പാക്കറ്റ്സ് എല്ലാം ഒരേ ലൈനിൽ കൂടെ, ഒരേ ചാനലിൽ കൂടെ, ഒരേ മീഡിയത്തിൽ കൂടെ പോകണം എന്ന് നിർബന്ധമില്ല. മേ ബി ഇറ്റ് ഹാപ്പൻസ്, ഒരു പക്ഷെ അങ്ങനെ ആവാം, കാരണം ട്രാഫിക് ഇല്ല, പൊല്യൂഷൻ ഇല്ല, കൺജഷൻ ഇല്ലെങ്കിൽ മേ ബി അങ്ങനെ ആവാം. പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി 99% ഒരേ റൂട്ടിംഗ് അൽഗോരിതം വഴി ആയിരിക്കത്തില്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റിസീവേഴ്സ് എൻഡിൽ ഇതെല്ലാം കൂടെ കളക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. റിസീവേഴ്സ് എൻഡിൽ ഇത് ഈ വരുന്ന IP പാക്കറ്റ്സുകൾ എല്ലാം കൂടെ കളക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതിനാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. റൂട്ടർ മേ റിസീവ് പാക്കറ്റ്സ് ലാർജർ ദാൻ ദ മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ് ഓഫ് ദ ഔട്ട്ഗോയിങ് ലിങ്ക്. ഓക്കെ, fragments are reassembled by the destination host, not by intermediate routers. To avoid fragmentation, hosts commonly use path MTU, maximum transmission unit discovery, to find the smallest MTU along the path. Path MTU discovery involves sending various size datagrams until they do not require fragmentation along the path. Most links use MTU greater than or equal to 1500 bytes. Then IP addressing. IP addressing version 4. Addresses are 32-bit long. Every interface has a unique IP address. ഈ വേൾഡില് എത്ര ഹോസ്റ്റും എത്ര നോഡും ഉണ്ടോ, ഒരു നോഡിന്റെ IP അഡ്രസ് എന്ന് പറയുന്ന ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്നില്ല, ഐഡന്റിക്കൽ ആയിരിക്കും. ഒരു തരത്തിലും IP അഡ്രസ് അത് റീജനറേറ്റ് അത് IP അഡ്രസ് ഒരിക്കലും ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവുന്നില്ല. Every interface has a unique IP address. A computer might have 2 or more IP addresses. A router may have many IP addresses. IP addresses are hierarchical. They contain a network ID and a host ID. The example is okay. IP addresses are assigned statically or dynamically. Yesterday we have already discussed about the static IP and dynamic IP. What is the difference between static IP and dynamic IP? സ്റ്റാറ്റിക് ഐപിക്കകത്ത് മാനുവൽ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം, ഡൈനാമിക് ഓട്ടോമാറ്റിക് ആയിട്ട് ചേഞ്ച് ആയിക്കണം. Who is setting in static IP? Who is setting the computer in static IP? യൂസർ. No, it is setting by the network administrator. നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ആണ് ഇത് സെറ്റ് ചെയ്യുന്നത്. കാരണം റൗട്ടറിൽ കയറി സെറ്റിംഗ് വരുന്നതാണ്, റൗട്ടർ ടേബിളിൽ കയറി സെറ്റിംഗ്സ് വരുന്നതാണ്. അപ്പൊ അത് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റേഴ്സ് സെറ്റ് ചെയ്യുന്നതാണ് സ്റ്റാറ്റിക് IP. ബട്ട് ഇൻ ദ കേസ് ഡൈനാമിക് IP പ്ലഗ് ആൻഡ് പ്ലേ ആണ്. എപ്പോഴാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് പ്ലഗ് ഇൻ ചെയ്യുന്ന ആ സമയത്ത് തന്നെ പ്രോട്ടോകോൾ ഇറ്റ്സെൽഫ് അലോട്ടിംഗ് ദ IP address. That is called dynamic IP. Okay. In IPv version 6, addresses are 128 bits long, but IPv4 is the 32 bits address. This is the in the IP addressing. There are 5 classes of IP addressing we have now used. Okay, 5 classes of IP addressing are available. Class A, Class B, Class C, Class D, and Class E. Okay. ഒരു 8-bit ഡേറ്റ കൊണ്ട് മാക്സിമം റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എത്രയെന്ന് പറയാമോ? 8-bit ഡേറ്റ കൊണ്ട്, ദാറ്റ് ഈസ് 1 byte ഡേറ്റ കൊണ്ട് മാക്സിമം റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ. What is that number? Two raised to 8 എത്രയാണ്? പോയോ എല്ലാരും? 256. വെരി ഗുഡ്, 256. അപ്പം നമുക്ക് ഒരു 8 ബിറ്റ് കൊണ്ട് മാക്സിമം റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്ന് പറയുന്നത് 2 raised to n minus 1 ആണ്. 256 minus 1 ആണ് 255. അത്രയാണ് മാക്സിമം റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ IP അഡ്രസ്സിംഗ് 32 ബിറ്റ് എന്ന് പറയുമ്പോൾ 255 IP അഡ്രസ്സിങ്ങിന് ഓരോ 8 ബിറ്റും കഴിഞ്ഞ് ഓരോ ഡിനോഷൻ ഉണ്ട്, ഓരോ പോയിന്റ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 16 ബിറ്റ് നെറ്റ്വർക്കിനെ, ലാസ്റ്റ് 16 ബിറ്റ് ഹോസ്റ്റിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് 8 ബിറ്റ് കഴിഞ്ഞ് പോയിന്റ്, സെക്കൻഡ് 8 ബിറ്റ് പോയിന്റ്, തേർഡ് 8 ബിറ്റ് പോയിന്റ്, 4 8 ബിറ്റ്. ഓക്കെ, സോ മാക്സിമം ഒരു 8 ബിറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കപ്പാസിറ്റി 255 ആണ്. സോ 255.255.255.255. This is a maximum capacity. This is called as subnet mask. We will discuss in later.
Okay, so these are the classification of the IP addressing: class A, class B, class C, class D, and class E. In class A എന്ന് പറയുന്നത് അതിനകത്ത് ഫസ്റ്റ് 8 ബിറ്റ് എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഐ ഡി ആയിരിക്കും. ബാക്കി അതിനകത്ത് ബാലൻസ് ഉള്ള 3 ബൈറ്റ്, അതായത് 24 ബിറ്റ്സും ഹോസ്റ്റ് ഐ ഡി ആയിരിക്കും. ഇൻ ദ കേസ് ഓഫ് ക്ലാസ് ഈ ക്ലാസിഫിക്കേഷൻ മനസ്സിൽ വെച്ചോണം. ഈ ക്ലാസിഫിക്കേഷൻ തറവായിട്ട് ഓർത്തോണം. നമുക്ക് എപ്പോഴും ഉപയോഗം വരുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസ് എ എന്ന് പറയുന്നത് ടോട്ടൽ 32 ബിറ്റ് ആണുള്ളത്, 4 ബൈറ്റ് ആണുള്ളത്. ഫസ്റ്റ് 32 ബിറ്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഐ ഡി, റിമൈനിങ് 24 ബിറ്റ് ഹോസ്റ്റ് ഐ ഡി ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് ക്ലാസ് എ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്ലാസ് ബി, ഫസ്റ്റ് 16 ബിറ്റ് ഈസ് denoting the network ID and last 16 bit is representing the host ID. But in the case of class C, 3 bytes, first 24 bits are representing the network ID and last 8 bits are representing the host ID. In class D and class C, we are not at all using in the common networks. Okay, class D is used for the multicast group ID and class E is exclusively used for the research purposes, reserved for research purposes. Okay, class A, B, C and we are commonly used. D and E are not commonly used. D is for the multicast group ID, then E is used for reserved for research purposes. മനസ്സിലായോ ഇത്? മനസ്സിലായോ? സംശയമുണ്ടോ? സംശയം ഉണ്ടോ ചോദിച്ചോളൂ, ഒരു കുഴപ്പമില്ല. മനസ്സിലായിട്ടില്ല? സബ്നെറ്റ് മാസ്ക് 32 ബിറ്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അല്ലേ? സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിന്റെ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയാണ് സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത്. 255.255.255.255. അത് ഫുള്ളി നെറ്റ്വർക്കിനാണ് ഡിനോട്ട് ചെയ്യുന്നത്. സബ്നെറ്റ് മാസ്ക് മാക്സിമം അത്രേ പറ്റുള്ളൂ. അതാണ് സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത്. ഈ ഐ പി അഡ്രസ്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽ നോഡിനുള്ള യുണിക് ഐ ഡി ആണ് ഐ പി അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഒരു കത്ത്, ഒരു ലെറ്റർ കറസ്പോണ്ടൻസ് വരുന്നത് പോലെ തന്നെ ഓരോ കമ്പ്യൂട്ടറിനും ഓരോ വീടിനും ഉള്ള ഐഡന്റിഫിക്കേഷൻ പോലെ തന്നെ അഡ്രസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പ്യൂട്ടറിനെ ഡിനോട്ട് ചെയ്യുന്ന, ഒരു നോഡിനെ, ഒരു ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടറിനെ, ഒരു ലാപ്ടോപ്പിനെ, ഒരു മൊബൈലിനെ ഡിനോട്ട് ചെയ്യുന്ന ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള അഡ്രസ് ആണ് ഐ പി അഡ്രസ് എന്ന് പറയുന്നത്. അതാണ് 32 ബിറ്റ് ആണ് അതിന്റെ ഫസ്റ്റ് 2 ബൈറ്റ്. ഫസ്റ്റ് 16 ബിറ്റ് എന്ന് പറയുന്ന നെറ്റ്വർക്കും ലാസ്റ്റ് 16 ബിറ്റ് എന്ന് പറയുന്ന ഹോസ്റ്റുമാണ്. ഈ എ, ബി, സി, ഡി, ഇ അങ്ങനെ 5 ക്ലാസസ് ഓഫ് ഐ പി അഡ്രസ്സിംഗ് ഉണ്ട്. 1, 2, 3 അത് എ, ബി, സി വി ആർ കോമൺലി യൂസ്ഡ്, ബട്ട് ഡി ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ multicast networking, broadcast networking. Okay, but E is exclusively for research purposes, further enhancement ന് വേണ്ടി റിസർച്ച് പർപ്പസസിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇ എന്ന് പറയുന്നത്. എ, ബി, സി മാത്രമേ കോമൺലി ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് ഓരോ എക്കകത്ത് കൂടുതൽ നെറ്റ്വർക്ക് ഐ ഡി, നെറ്റ്വർക്ക് കുറവാണ്, ഹോസ്റ്റ് ആണ് കൂടുതൽ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബി ബോത്ത് ആർ ഈക്വൽ, 16:16 ആണ് റേഷ്യോ. ബട്ട് ഇൻ ദ കേസ് ഓഫ് സി നെറ്റ്വർക്ക് ആണ് കൂടുതൽ, ഹോസ്റ്റ് തീരെ കുറവാണ്. അതാണ് വ്യത്യാസം. മനസ്സിലായോ? മനസ്സിലായി സാർ. Okay. Then IP addresses examples. Class A address. What is maybe IP address? For which purpose we are using IP address? For what purpose we are using IP address in the internet? ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയല്ലേ സാറേ? For what identification? ഹ്യൂമൻ റീഡബിൾ ഫോം ആണ്. വെരി ഗുഡ്. അതായത് നമ്മള് www.stanforduniversity.com, www.mit.com, www.highereducation.kerala.gov.in എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒരു
URL, യൂണിവേഴ്സൽ റിസോഴ്സ് ലൊക്കേറ്റർ. അതായത് നമ്മുടെ ഡേറ്റകൾ നമ്മളോടത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെർവറിൽ. ഈ സെർവറിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു റൂട്ട്, ഒരു കീ ആണ് ഈ പറഞ്ഞ നമ്മുടെ URL എന്ന് പറയുന്നത്. അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ്. ആ ID ഡൊമൈൻ പർച്ചേസ് എന്ന് പറയും, DNS ഡൊമൈൻ നെയിം സെർവേഴ്സ് പർച്ചേസ് ചെയ്യുന്നതാണ്. ഈ പർച്ചേസ് ചെയ്യുന്ന സംഗതി നമ്മൾ ജസ്റ്റ് വേർഡ്സിൽ നമ്മൾ അടിച്ചു കൊടുക്കുന്നു. അതിന്റെ തന്നെ ഒരു മാസ്ക്ഡ് വേർഷൻ ആണ് IP അഡ്രസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ www.mit.com അല്ലെ എന്ന് അടിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റർ അടിക്കുമ്പോഴേ അത് നമ്മൾ കാണാറില്ലേ 901020 അങ്ങനെ ഒരു ന്യൂമറിക്സ് വാല്യൂ വരുന്ന കാണത്തില്ലേ ടാസ്ക് ബാറിൽ ബ്രൗസറിൽ. അത് അതിന്റെ IP അഡ്രസ് വെച്ച് ലൊക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ കൊടുക്കുന്ന വേർഡിനെ മാസ്ക് ചെയ്ത് ന്യൂമറിക്കൽ വാല്യൂസിലാണ് എപ്പോഴും നമുക്ക് ഡേറ്റ സേവ് ചെയ്യാൻ റിട്രീവ് ചെയ്യാനും ഈസി വേയും കൂടുതൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാതെയൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എപ്പോഴും ന്യൂമറിക്സൽ വേ ആണ്. അപ്പൊ അതിനാണ് IP അഡ്രസ് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന IDയെ കറക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് മാത്തമാറ്റിക്കൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ടെർമിനൽ അതാണ് IP അഡ്രസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹിയർ മനസ്സിലായോ? മനസ്സിലായി. ക്ലാസ് A അഡ്രസ് www.mit.edu. അത് 18.181.0.31. ഇതിനകത്ത് ഏതാണ് നെറ്റ്വർക്ക്, ഏതാണ് ഹോസ്റ്റ് എന്ന് പറയാമോ? നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ പറയാൻ പറ്റും. ഇൻ ദ കേസ് ഓഫ് ക്ലാസ് 1 നെറ്റ്വർക്ക് ആണോ ഹോസ്റ്റ് ആണോ കൂടുതൽ? നെറ്റ്വർക്ക് അല്ലേ സാറേ? അല്ല, ഇൻ ദ കേസ് ഓഫ് ക്ലാസ് A ഹോസ്റ്റ് ആണ് കൂടുതൽ. കണ്ടോ, നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 8 ബിറ്റ് മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവൻ ടെർമിനൽസ് ID ആണ് അല്ലേ? അതെ. അപ്പോൾ ഈ 18 എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ നെറ്റ്വർക്ക് ID. ബാക്കി 181.0.31 എന്ന് പറയുന്ന ആ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷനിലെ ഇൻഡിവിജ്വൽ റൗട്ടറിലെ ഇൻഡിവിജ്വൽ ബ്രിഡ്ജിലെ ഇൻഡിവിജ്വൽ റിപ്പീറ്ററിലെ ഇൻഡിവിജ്വൽ നോഡിന്റെ ID ആണ്. അതാണ് ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ. മനസ്സിലായോ? ബട്ട് ഇൻ ദ കേസ് ഓഫ് ബി എന്ന് പറയുന്നത് മിഡിൽ ആണ്. അതായത് 16 ബിറ്റ് നെറ്റ്വർക്കും 16 ബിറ്റ് ഹോസ്റ്റും ആണ്. അപ്പം 171.stanford.edu 171.64.74.155. ഇതിനകത്ത് ഫസ്റ്റ് 2 ബൈറ്റ് എന്ന് പറയുന്ന നെറ്റ്വർക്കും ദെൻ ലീസ്റ്റ് 2 ബൈറ്റ് എന്ന് പറയുന്നത് ഹോസ്റ്റും ആണ്. ഓക്കെ. The problem address classes were too rigid for most organizations. Class C were too small and class B too big. അതായത് ഈ ക്ലാസ് C എന്ന് പറയുന്ന നെറ്റ്വർക്ക് ID ആണ് കൂടുതൽ, ഹോസ്റ്റ് ID കുറവാ. അപ്പൊ ക്ലാസ് C നമ്മൾ എടുത്താൽ കുറച്ച് ടെർമിനൽസ് മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ബട്ട് ഇൻ ദ കേസ് ഓഫ് A ആണെങ്കിൽ മാക്സിമം ടെർമിനൽസ് കണക്ട് ചെയ്യാൻ പറ്റും. B ആണ് മിഡിൽ ആണ്, പക്ഷെ C നെറ്റ്വർക്ക് ID ആണ് കൂടുതൽ. കറക്റ്റ് അല്ലേ? ഓർഗനൈസേഷൻ ശരിയല്ലേ? Organizations with internet routers needed to have a sequence class C network ID for each link, and then every other router in the internet had to know about every internet ID in every organization, which led to large address tables. Small organizations wanted class B. In a case, they grew to more than 255 hosts. But there were only about 16,000 class B network IDs. 2 solutions were introduced: subnetting within an organization to subdivide the organization network ID. ആണ് subnetting എന്ന് പറയുന്നത്. ഒരു നെറ്റ്വർക്ക് ID ഒരു ഓർഗനൈസേഷനകത്ത് തന്നെ പല നെറ്റ്വർക്കുകൾ ക്രിയേറ്റ് ചെയ്യുക. ക്ലാസ്ലെസ് ഇന്റർഡൊമൈൻ റൂട്ടിംഗ് CIDR. The internet backbone was introduced in 1993.
to provide more efficient and flexible use of IP addressing. Classless interdomain routing is also known as supernetting because subnetting and CIDR are basically the same idea. അത് വലിയ നെറ്റ്വർക്കിനെ ക്ലാസിഫൈ ചെയ്യുന്നു. സബ്നെറ്റിംഗ് എന്ന് പറയുന്നതാണ് ക്ലാസ് ബി. എക്സാമ്പിൾ ഒരു സബ്നെറ്റിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് 2 എന്ന് പറയുന്നത്, ദെൻ 16 ബിറ്റിനകത്ത് നെറ്റ്വർക്ക് ഐ ഡി ആയിട്ട് നമ്മൾ ഫസ്റ്റ് 2 ബിറ്റ്സിനെ മാറ്റിയിട്ട് 14 ഉപയോഗിക്കുന്നു ആ 16 ബിറ്റിനകത്തുള്ള. ദെൻ ലാസ്റ്റ് 16 ബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹോസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഈ ഫസ്റ്റ് 2 ബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ് ബി റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് 2 ബിറ്റ് എന്ന് പറയുന്നത്. 16 ബിറ്റ് ആണ് ഫസ്റ്റ് 2 ബിറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ 2 നെറ്റ്വർക്ക് ഐ ഡി, ദെൻ ഹോസ്റ്റ് ഐ ഡി. Subnetting is a form of hierarchical routing. Subnets are usually represented by an address plus a subnet mask or net mask. The first 24 bits are the subnet ID and the last 8 bits are the host ID. Can also be represented by a prefix plus length. Example 178.64.15.0/24 or just. അതായത് നമുക്ക് ഈ ഐ പി അഡ്രസ്സിംഗ് നമുക്ക് ചിലവുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഐ പി അഡ്രസ്സിങ്ങിന് ലാസ്റ്റത്തെ ഡിജിറ്റ് നമ്മൾ ഷെയർ ചെയ്ത് പല കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാറുണ്ട്. 0.24 15.24 നമ്മൾ ഷെയർ ചെയ്ത് പല കമ്പ്യൂട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഓരോ ക്ലാസ്സിലും ഏത് റേഞ്ചിലാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കാണണം ഒരു പക്ഷേ. ജസ്റ്റ് എ മിനിറ്റ്. ഇതിനകത്ത് അഡ്രസ് റേഞ്ച്, അതായത് 10.0.0.0 തൊട്ട് 10.255 പ്രൈവറ്റ് നെറ്റ്വർക്കിൽ these addresses are assigned to systems connected within a private network. 127 തൊട്ട് 127.255 used for local host or the loopback addresses. Then 169 to അതായത് നമ്മൾ 0 to 126, then 126 to 169, then 169 to 172. ഈ ഐ പി അഡ്രസ്സിംഗിൽ നമുക്ക് 255 വരെയാണ് നമുക്ക് ഒരു ബിറ്റ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാല്യൂ. ഇത് അതിനകത്ത് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഉള്ളത് 0 to 126 വരെ നമുക്ക് ഫസ്റ്റ് ക്ലാസ് എക്കകത്ത് പ്രസന്റ് ചെയ്യാൻ പറ്റും. ദെൻ 127 to 168 വരെ അടുത്തത്. ദെൻ 169 to 172, then 171, then 172 to 191, then 192 to 224. അത് ഓരോന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ ഡിനോഷൻ ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് നമുക്ക് 126 വരെ പ്രൈവറ്റ് നെറ്റ്വർക്ക്, ദെൻ 127 to 168 വരെ ഹോസ്റ്റ്, ദെൻ 169 to സബ്നെറ്റ്, 172 to 192 വരെ പ്രൈവറ്റ് നെറ്റ്വർക്ക്സ്, 193 to 223 വരെ പ്രൈവറ്റ്. ഇതിന് അപ്മോട്ട് മൾട്ടികാസ്റ്റ്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം.
ഇവിടെ ഉണ്ട്. അതായത് ക്ലാസ് എ എന്ന് പറയുന്നത് 0 to 127 വരെ ഇൻ ഡെസിമൽ, 0 to 127 വരെ നമുക്ക് ക്ലാസ് എക്കകത്ത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. കാരണം 256 ഉള്ളൂ ആകെ. ഈ 256 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ്. 0 to 127 വരെ ഫസ്റ്റ് ക്ലാസ് എ വരും. ദെൻ 128 to 191 വരെ ക്ലാസ് ബിയില്. അതിനകത്ത് 2 byte 3 byte 4 byte ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. Then 128 to 191 എന്ന് പറഞ്ഞ ക്ലാസ് ബി. then ക്ലാസ് സി 192 to 223. then 224 to 239. then 240 to 255. ഈ ഡിയും ഇയും നമ്മൾ ഉപയോഗിക്കുന്ന റെയർ ആയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. എ ടു സി ആണ് കൂടുതലും ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. നിങ്ങളുടെ ഒരു ഈ ഐ പിയുടെ ഒരു പ്രോട്ടോകോൾ സ്റ്റാക്ക് ഉണ്ട്. ഐ പി അഡ്രസ്സിന്റെ പ്രോട്ടോകോൾ സ്റ്റാക്ക് വേർഷൻ മുമ്പ് നമ്മൾ അപ്പറേ കണ്ടതിനാണ്. IHL, DSCP, ദെൻ ടോട്ടൽ. അത് അതിനെ ഡിവൈഡ് ചെയ്തേക്കുന്ന 4 ബൈറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന 4 ബൈറ്റിന് നമ്മൾ എന്തൊക്കെ കണ്ട ഉൾക്കൊള്ളുന്ന ഐഡന്റിഫിക്കേഷൻ, ഫ്ലാഗ്സ്, ഫ്രാഗ്മെന്റ്, ഓഫ്സെറ്റ്, ടൈം ടു ലീവ്, പ്രോഡക്റ്റ്. ടൈം ടു ലീവ് എന്ന് വെച്ചാൽ എക്സ്റ്റൻഷൻ എത്ര വരെ നിൽക്കണം, പ്രോട്ടോകോൾ, ദെൻ ഹെഡർ, ചെക്സം, സോഴ്സ് ഐ പി അഡ്രസ്, ഡെസ്റ്റിനേഷൻ ഐ പി അഡ്രസ്, ദെൻ ഓപ്ഷൻസ്. ഇത്രയും സംഗതിയാണ് ഒരു ഐ പി അഡ്രസ്സിന്റെ പ്രോട്ടോകോൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ. അതിന്റെ ജസ്റ്റ് ഒരു ക്രോസ് സെക്ഷൻ. The first field of the IP header protocol notation of the Internet Protocol IP. This field is 4-bit length for IPv4 or IPv6 as in the fourth version of IPv. So version is field contain 4 digit ആണ് ഉപയോഗിക്കുന്നത്, 4 bits ആണ് ഉപയോഗിക്കുന്നത്. ഇന്റർനെറ്റ് ഹെഡർ ഇത് നിങ്ങളൊന്ന് നോക്കിക്കൊള്ളാവോ? കാരണം ജസ്റ്റ് ഓരോ പറഞ്ഞിരിക്കുന്ന എന്താണെന്നുണ്ടെന്ന് ഡിനോട്ട് ചെയ്താൽ മതി. ഇന്റർനെറ്റ് ഹെഡർ ലെങ്ത്, ദെൻ ഡിഫറൻഷിയേറ്റഡ് സർവീസ് കോഡ്, DSCP, explicit congestion notification, total length of this field is the size 16-bit. This field defines the size of the entire packets in bytes. The full packets. Identification. This field is used for the purpose of identification of the packets for uniquely identifying the group of fragment. Then flags. Flag is total of 3 flags are identified, each with 1 bit. The purpose of these flag values is to control or identify fragments. റിസീവേഴ്സ് സെന്റില് പാക്കറ്റ്സ് എല്ലാം കൂടെ ഗ്യാദർ ചെയ്ത് വരുന്ന പാക്കറ്റ്സ് എല്ലാം കൂടെ സെൻട്രലൈസ് ചെയ്യാൻ വേണ്ടി ഫ്ലാഗ്സ് ഉപയോഗിക്കുന്നത്. 0 ഫ്ലാഗ്, സൈൻ ഫ്ലാഗ്. എത്ര ഫ്ലാഗ് ഉണ്ടെന്ന് അറിയാമോ? ഫ്ലാഗ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. ഫ്ലാഗ്, ഫ്ലിപ്പ് ഫ്ലോപ്പ് നിങ്ങൾ ഡിജിറ്റൽ പഠിച്ചല്ലേ? അതിനകത്ത് ഫ്ലാഗ് ഇല്ലേ? ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്തൊക്കെ ഫ്ലാഗ് ഉണ്ടല്ലോ. പഠിച്ചിട്ടില്ല. ഓ, ഫ്ലാഗ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റയുടെ ഒരു ക്യാരക്ടർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബിറ്റ് ആണ് ഫ്ലാഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡേറ്റയുടെ ഒരു പ്രോപ്പർട്ടി, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് അതിന്റെ എക്സ്റ്റേണലി അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബിറ്റ്, ഒരു എക്സ്ട്രാ ഡേറ്റ ആണ് ഫ്ലാഗ് എന്ന് പറയുന്നത്. ഫ്ലാഗ് 5 തരമുണ്ട്. സൈൻ ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗ്, ആക്സിലറി ഫ്ലാഗ്, ഒരു ഫ്ലാഗുണ്ട്. സൈൻ ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗ്, ആക്സിലറി ഫ്ലാഗ്, ഒരു ഫ്ലാഗ് ഉണ്ട്. അങ്ങനെ 5 ഫ്ലാഗ്, ക്യാരി ഫ്ലാഗ് ആണെന്ന് തോന്നുന്നു. 5 ഫ്ലാഗ് ഉണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഈ നമ്മുടെ ഡേറ്റ, ഒറിജിനൽ ഡേറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് മെൻഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അത് ഒരു പക്ഷേ അത് നെഗറ്റീവ് ആണെങ്കിൽ സൈൻ ഫ്ലാഗ് സെറ്റ് ചെയ്യും. അത് പാരിറ്റി ഉണ്ടെങ്കിൽ പാരിറ്റി ഫ്ലാഗ് സെറ്റ് ചെയ്യും. ദെൻ ക്യാരി ഉണ്ടെങ്കിൽ ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യും. അങ്ങനത്തെ ഈ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്ന അതിന്റെ ഡേറ്റയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പുറത്ത് കിട്ടാൻ വേണ്ടിയാണ്. മനസ്സിലായോ? ഇതിനകത്ത് ടോട്ടൽ 3 ഫ്ലാഗ്സ് ഉപയോഗിക്കുന്നുണ്ട്. Then fragment offset. This field is the size of 13-bit. Fragment offset of a fragment is measured in units of 8-byte blocks. This field represents the position of a particular fragment with respect to the beginning of the unfragmented IP packets. Time to leave. Under some circumstances, many of the times packets got stuck in loops in the network and consumes the bandwidth of the network unnecessarily. The size of this field is 8 byte. എത്ര നേരം അത് റിറ്റെയിൻ ചെയ്യുന്നു, എക്സിസ്റ്റ് ചെയ്യുന്നു, അതിന്റെ കപ്പാസിറ്റി ആണ് പറയുന്നത്.
protocol. This field contains the protocol used at the upper layer, transport layer in the data portion of the IP datagram. Then header checksum. IP supports error checking of the header. On arrival of the packet at a router, the checksum is calculated again of the header and compared with the checksum field of the header. Source address. IPv4 addresses of the sender of the packet is included in this field. The size of the field is 32 bit. This field is the IPv4 address of the sender of the packets. If the sender belongs to the private network having private IP address, this has to be changed in transit. The network address translation device. അതായത് പ്രൈവറ്റ് ഐ പി ആണെങ്കിൽ നമ്മൾ ഡെസ്റ്റിനേഷൻ എൻഡ് ചെന്ന് നെറ്റ്വർക്ക് അത് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുന്നു. ഡെസ്റ്റിനേഷൻ അഡ്രസ് IPv4 address of the receiver of the packets is included in the field. If the receiver belongs to the private network, same in the case of the source address having private IP address. If the receiver belongs to the private network having private IP address, this has to be changed by transit by a network address translation device. IPv version 6. IPv version 4 നമ്മൾ പറഞ്ഞു എത്ര ബൈറ്റ് ആണ് എത്ര ബിറ്റ് ആണ് ഡാറ്റ IP അഡ്രസ് IPv4 32. ഓക്കെ, നിങ്ങൾക്ക് സംശയം ഉണ്ടല്ലേ, പറയാൻ പേടി. ബട്ട് ഇൻ ദ കേസ് ഓഫ് IPv6, IPv വേർഷൻ 6 എത്രയാണെന്ന് അറിയാവോ IP അഡ്രസിന്റെ കപ്പാസിറ്റി? അതിന്റെ 4th ഇരട്ടിയാണ്. അതായത് 128 ബിറ്റ് വരെ പ്രസന്റ് ചെയ്യാൻ പറ്റും. Due to increase in users of the internet, IPv4 addresses are exhausted. Hence, the size of IP address required to be increased to accommodate all the users of the internet. In IPv6 is the 6th version of internet protocol, and the size of the IPv6 address is 128 bit. Interoperability between IPv4 and IPv6 is not provided, and thus shifting to IPv6 was not easy to all. There was a need of intermediate system which sits in between these two protocols and act as a converter of the both. Several transition mechanisms are being proposed to make the communication between these two protocols possible. In IPv6, addresses are represented in the hexadecimal format. Okay, 128 bits of the addresses are divided into 8 groups separated by columns, each of size 16 bit. 16 into 8 ആണ് 128 എന്ന് പറയുന്നത്. 8 ഗ്രൂപ്പ്സ് ആയിട്ട് 16 ബിറ്റിന്റെ 8 ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ അപ്പറെ 1 ബൈറ്റിന്റെ 4 ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പോലെ 16 ബിറ്റിന്റെ 2 ബൈറ്റിന്റെ 8 ഗ്രൂപ്പ് separated by columns, each of size 16 bit represented in 4 hexadecimal digit. For example, IPv6 address is 20010DB8. അങ്ങനെ റെപ്രസെന്റ് ചെയ്ത് 128 ബിറ്റ്സ് വരെ റെപ്രസെന്റ്. ഫർദർ IPv6 address can be shortened by omitting continuous zeros groups and placing double colon instead. The leading zeros in group can be also be omitted. For example, zeros കൂടുതൽ വരുന്ന സംഗതി ഒമിറ്റ് ചെയ്തിട്ട് ഷോർട്ട് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം 128 ബിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഇടയ്ക്ക് ഒരുപാട് സീറോസ് വരാം. The host portion of IPv6 address is fixed in the size 64, leaving remaining അതുപോലെ തന്നെ മിഡിൽ പോർഷൻ 64 ബിറ്റ് എന്ന് പറയുന്ന നെറ്റ്വർക്കും 64 ബിറ്റ് എന്ന് പറയുന്ന ഹോസ്റ്റിനുമാണ്. The host portion of IPv6 address is fixed for the size 64, leaving remaining 64 bits is subnet size. IPv6 packets, IPv6ന്റെ ഒരു പ്രോട്ടോകോൾ സ്റ്റാക്സ് ഉണ്ട്. അതും മറ്റേ പോലെ വലിയ വ്യത്യാസമൊന്നുമില്ല. വേർഷൻ, ട്രാഫിക് ക്ലാസ്, then flow label, payload length, next header, hop limit, source address, destination address. Okay. ICMP, Internet Control Message Protocol, is a network layer protocol. Since Internet Protocol does not have a built-in mechanism for sending error and control message, a separate protocol, namely ICMP, is used to support error control in the network layer.
Dynamic host configuration protocol. Dynamic host configuration protocol is a network management protocol for a network with a large number of IP-based systems. Is to most impartial to assign IP addresses manually. To automate this process, dynamic host configuration protocol was designed. DHCP server dynamically assigns an IP address and other network configuration parameters. നമ്മളെ ഹെൽപ്പ് ചെയ്തതിനു വേണ്ടിയാണ് DHCP ഉപയോഗിക്കുന്നത്. IP security. The IP security protocols use services like confidentiality, integrity, and authentication. IP security protocol can be used to encrypted, decrypted, and authenticated packets. IP security was introduced to provide encryption services for application layer data. It can also be used to provide security for routing data generated by transmitted across the public internet. Authentication services are also provided by IP security without encryption, like to authenticate that the data organizes from the non-server. In IPv6, IP security is made available as optional header of the IP packets. Routing with the internet. Intra-autonomous system routing in the internet. രണ്ട് പ്രോട്ടോകോൾ ഈ ഇന്റർനെറ്റ് റൗട്ടിംഗ് ഉപയോഗിക്കുന്നുണ്ട്, RIP and OSPF. In RIP means routing information protocol. OSPF means open system, open shortest path first. അതായത് റൗട്ടിങ്ങിന് ഈസി ആക്കാൻ വേണ്ടി ഇന്റർനെറ്റിൽ ഉപയോഗിക്കുന്ന രണ്ട് പ്രോട്ടോകോൾ ആണ് RIP and OSPF. RIP is routing information protocol, then OSPF open shortest path first. In RIP is based on distance vector routing algorithm. RIP uses Bellman-Ford routing algorithm. RIP is a property routing protocol of Cisco and available with the Cisco routers. Cisco routers, Cisco company routers ആണ് കൂടുതലും RIP prioritize ചെയ്യുന്നത്. In RIP version 2 is capable of preventing routing loops in the network. A maximum hop count value 15 is used for these purposes. In shortest path, RIP is suitable for a small size network. RIP uses UDP as transport layer protocol, making in lightweight protocol. Shortest path first OSPF protocol is based on the link state routing algorithm. This is an open protocol, that is anyone can use it freely. OSPF protocol uses Dijkstra algorithm. It finds shortest path for each source to all destination pairs. One of the advantage of it is that it uses multicast routing in a broadcast domain. Another advantage of it is that it can handle the error detection by itself. Multicast routing, broadcast routing, it uses multicast routing in a broadcast domain. And also the error detection and correction is selfly doing. Difference between RIP and OSPF. RIP is a routing information protocol. OSPF is open shortest path first protocol. Routing information protocol is based on the Bellman-Ford, but it is OSPF based on the Dijkstra algorithm. RIP is a DV protocol. Then OSPF is a link state protocol. Distance or hops count are in the metric used in the measuring of the path cost. Protocol is used bandwidth congestion metric by identifying the burst. In the case of RIP, this protocol is suitable for small size, but in the case of OSPF protocol is best used suitable for large size. Maximum hop count is 15 allowed to RIP, but hop count restriction is not there. RIP uses data UDP. OSPF protocol for internet protocol IP ആണ് ഉപയോഗിക്കുന്നത്. Inter Asynchronous System Routing Protocol, BGP, Border Gateway Protocol. An autonomous system is a network managed and controlled by a single authority. Inter-autonomous system routing protocol are responsible for route a packet among various autonomous systems. Border Gateway Protocol is one of the inter-autonomous system routing protocol, which is used as a routing protocol in the internet to exchange routing information among ISP, the internet service provider managed by different authorities. Routing information sharing in the protocol on a border gateway protocol.
multicast routing. In the internet, at many instances, there is a need to send same information to a group of clients at the same time. In such cases, if the unicast routing is used, data has to send to individual client and the server has to connect with each client independently. To send the same information leading to overburden the server as well as network. Instead of this, if broadcasting is used to send the information, even it is also a wastage of resources computing as well as networking, as not all the clients are interested in the send information, or sometimes the information is not supposed to be disclosed to them. Hence, the both situations broadcasting approach is not possible. Multicast routing algorithm is used to handle such cases, sending a message to a group of users. In multicast routing, the most important part is the group management. Under group management, tasks like group creation, detection, management of membership to group, etc. are performed. Here, there's a diagram is there, and there's here to perform the multicast routing. Each router consists of a spanning tree covering all outer routers. Figure below shows one of the spanning tree. റൂട്ടിൽ നിന്ന് നോഡിലേക്ക് പോകുന്നു, നോഡിൽ നിന്ന് വീണ്ടും അഗെയിൻ സബ് നോഡിലേക്ക് പോകുന്നു. അങ്ങനത്തെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് മൾട്ടികാസ്റ്റിംഗ് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. Mobile IP. Increasing the number of mobile devices with internet access lead to invent the new modified protocol for these devices, namely mobile IP. This protocol is designed by extending standard internet protocol. This is designed by keeping in mind the mobility of the devices and provides the ability to use that they can switch to another network with the same IP address without dropping out the connection. Mobile IP, അത് മൊബൈൽ കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോൾ ആണ്. മൊബൈൽ IP എന്ന് പറയുന്ന മൊബൈൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ. അത് ഇതിന്റെ രണ്ട് പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്ന്, മൊബിലിറ്റി ഓഫ് ദ ഡിവൈസസ്. നമ്മൾ ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ ഹാൻഡ്സ് ഫ്രീ ആയതുകൊണ്ട് തന്നെ നമ്മൾ ത്രൂ ഔട്ട് ജേണിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കും. ഒരു ഫിക്സഡ് ഒരു IP അല്ല, കാരണം നെറ്റ്വർക്ക് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് വേണ്ടി സഹായിക്കുന്നതാണ് മൊബൈൽ IP. ആൻഡ് ഓൾസോ കണക്ഷൻ ലോസ്റ്റ് ആവാതെ തന്നെ നെറ്റ്വർക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു അഡ്വാൻറ്റേജ് മൊബൈൽ IP ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സംശയങ്ങൾ വല്ലതും ഉണ്ടോ? മനസ്സിലായി സാർ. Okay, we are moving to the another unit, congestion control algorithms. The reason for congestion in the network. In the internet, there can be several reasons to occur the congestion. എപ്പോഴൊക്കെ കൺജഷൻ സംഭവിക്കാം? എപ്പോഴൊക്കെയാണ് കൺജഷൻ പോസിബിലിറ്റി ഉള്ളത് പറയാമോ? അതായത് നെറ്റ്വർക്ക് നോഡിലേക്ക് കൂടുതൽ പാക്കറ്റ്സ് റിസീവ് ചെയ്യും, നെറ്റ്വർക്കിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിനും. അത് നമ്മുടെ ഒരു കപ്പാസിറ്റി ഉണ്ട്. ഒരു വേവ് ലെന്തിനേക്കാളും കൂടുതൽ ഡാറ്റ വന്നാൽ കൺജഷൻ സംഭവിക്കാം. നെറ്റ്വർക്കിന് ബ്രേക്ക്, നെറ്റ്വർക്കിന് എന്തെങ്കിലും ഇത് സംഭവിക്കാം ഇല്ലേ? When many transmitters insert data packets on to input lines at the time are to be sent on the same output lines, assuming that the capacity of the output line is much less than that the packets received, then the long queue will be built up for the output line. In this situation, if the buffer memory is not big enough to hold all these packets, then extra packets will be dropped. This situation is called congestion. Congestion control and flow control are two different parameters which are mixed up at times. As discussed earlier, congestion control is the entity of network
whereas the flow control is about regulating the transmission of data between devices on the connection link between them, and not what is happening in the devices between them. Flow control is about point-to-point traffic between sender and the receiver for a specific transmission to avoid packet delay and drop. Congestion prevention mechanism. Congestion control is to restrict the traffic load below the handling capacity of the network. As shown, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. Congestion control, open loop, closed loop, source, destination, explicit feedback and implicit feedback. Open loop method to prevent or avoid congestion are classified as open loop techniques. Open loop methods ensure that congestion state never exists in the network. Open loop policies are applied in the network to prevent congestion before it happens. The congestion control policies are applied either at the source or the destination. Open loop methods ensure that a congestion state never exists in the network. നമുക്ക് ഒരു കൺജഷൻ ഉണ്ടാവത്തില്ല എന്ന അസംഷനിലാണ് നമ്മൾ ഓപ്പൺ ലൂപ്പിൽ പോകുന്നത്. But in the case of closed loop, this method acts to treat or alleviate the congestion once it happens. കൺജഷൻ ഉണ്ടായാൽ അതിനെ നമുക്ക് റിക്കവറി ചെയ്യാൻ വേണ്ടിയാണ് ക്ലോസ് ലൂപ്പ് ഉപയോഗിക്കുന്നത്. Once it happens, once the system enters to congestion state, closed loop techniques used to detect it and then take action to bring the system out of it. Open loop solutions are static in nature. These policies are not adaptive in nature and do not change according to the present state of the system. These methods take decision about when to accept packets, when to drop them, etc. These methods make decision without taking into consideration present state of the system. In the case of closed loop, congestion control techniques are based on the concept of feedback. These techniques, അതായത് നമ്മൾ ഓപ്പൺ ലൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൺജക്ഷൻ ആ നെറ്റ്വർക്കിൽ ഇല്ല എന്ന് ഉറപ്പുള്ള നെറ്റ്വർക്കിലാണ് നമുക്ക് ഈ ഒരു മെക്കാനിസം അഡോപ്റ്റ് ചെയ്യുന്നത്, അതായത് ഓപ്പൺ ലൂപ്പ് നെറ്റ്വർക്ക്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്ലോസ് ലൂപ്പിൽ അവിടെ കൺജക്ഷൻ ഉണ്ട്. ആ കൺജക്ഷൻ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് അതിന്റെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചാണ്. ഒരു ലൈനിൽ കൂടെ നമ്മൾ 1-2 നമ്മൾ പ്രാവശ്യം ഡാറ്റ ട്രാൻസ്ഫർ നടത്തിയപ്പോഴൊക്കെ കൺജക്ഷൻ സംഭവിച്ചു. സോ വി ആർ leastly consider that line. We are just mostly consider ചെയ്യത്തില്ല, leastly consider ചെയ്യത്തില്ല. അങ്ങനെ ഫീഡ്ബാക്ക് വെച്ചുകൊണ്ട് ഒരു കൺജക്ഷൻ പ്രിവെൻഷൻ നടത്തുന്നതിനാണ് ക്ലോസ് ലൂപ്പ് കൺജക്ഷൻ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. These techniques are dynamic in nature and actions are taken during transmission. Some system parameters are continuously measured in the network, and wherever a congestion state is observed, feedback system is used to take action to reduce the congestion. Open loop techniques works as per the following 3 steps. On the step 1, continuous monitoring in the network. Then step 2, sending a feedback about congestion. Then step 3, take necessary action, remedial action. Okay. General principles of congestion control. Congestion in the network can be measured in terms of various matrices like the average queue length, timeout, packets delay, packets drop due to the unavailability of buffer space, etc. are the parameters directly proportional to the congestion control. Congestion avoidance രണ്ട് മെയിൻ ടെക്നിക്സ് ആണ്, ടോക്കൺ ബക്കറ്റ് ആൻഡ് ലീക്കി ബക്കറ്റ്. അതായത് നമ്മൾ ട്രാഫിക് ഷേപ്പിംഗ് എന്ന് പറയും, ക്വാളിറ്റി ഓഫ് സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ട്രാഫിക് ഷേപ്പിംഗ് നടത്തുന്നതിന് വേണ്ടി കൺജക്ഷൻ അവോയ്ഡൻസിന്റെ 2 ടെക്നിക്സ് ആണ് ലീക്കി ബക്കറ്റ് ഷേപ്പർ ആൻഡ് token bucket. In leaky bucket shaper,
as the name says, is based on the way a leaky bucket functions. It sends out the traffic at a fixed rate, even if the information traffic is burstly in the nature. Burstly traffic could not be sent out at the time, will be stored in the buffer called the leaky bucket and will be sent out once the outgoing line is free. ലീക്കി ബക്കറ്റ് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. എപ്പോഴും നമ്മൾ നമ്മുടെ നെറ്റ്വർക്ക് ചാനൽ സെൻസ് ചെയ്തുകൊണ്ടിരിക്കും. ഡേറ്റ വരും, നമ്മളൊരു ബഫർ സ്റ്റോർ ചെയ്യുന്നു. ആ ബഫർ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ നമ്മൾ എപ്പോഴാണോ കൺജഷൻ അവോയ്ഡായി ചാനൽ ഫ്രീ ആകുന്ന ആ സമയത്ത് ഡേറ്റ ചാനലിലേക്ക് പാസ് ചെയ്ത് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നു. അതാണ് ലീക്കി ബക്കറ്റ്. അതായത് ബക്കറ്റിനകത്ത് ഡേറ്റ സൂക്ഷിച്ച് ബക്കറ്റ് ലീക്ക് ചെയ്ത് ഡേറ്റ ട്രാൻസ്മിഷൻ ചാനലിലേക്ക് വിടുന്നു. ആണ് ലീക്കി ബക്കറ്റ് ബഫർ എന്ന് പറഞ്ഞാൽ. But in the case of token bucket shaper, in the leaky bucket traffic shaping policy discussed in the previous section does not consider the input traffic pattern. It shapes the traffic with a fixed defined rate. But in the case of token bucket traffic shaping, policy considers the input traffic burst and allows sending the traffic on a higher rate also to prevent the drop of packets. In token buckets, policy uses the leaky bucket which holds tokens generated at regular intervals. One policy to our tokens and generate a token per clock time. Token buckets എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ടോക്കൺ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു. ആ ടോക്കൺ ഇഷ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള പ്രൊവിഷൻ ഉള്ളൂ. നമ്മൾ നേരത്തെ ടോക്കൺ പ്രിങ്ങിങ് ടോക്കൺ ബേസ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ടോക്കൺ അലോട്ട് ചെയ്ത് ഒരു ടൈം സ്ലൈസ് അലോട്ട് ചെയ്യുന്നു. ആ ടൈം സ്ലൈസിൽ മാത്രം ഡേറ്റ പാസ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. ആ സമയത്ത് മാത്രം ഡേറ്റ ഒരു നോഡേ പാസ് ചെയ്യത്തുള്ളൂ നെറ്റ്വർക്കിലോട്ട്. അപ്പൊ ബാക്കി നെറ്റ്വർക്ക് ഒക്കെ ഐഡിയൽ ആയിട്ടിരിക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കൺജഷൻ കുറയും. ഓക്കെ, ലീക്കി ബക്കറ്റും ടോക്കൺ ബക്കറ്റും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തോണം. ഒന്ന് ഡിഫറൻസ് ബിറ്റ്വീൻ ലീക്കി ആൻഡ് ടോക്കൺ ബക്കറ്റ്സ്. ഇൻ ദ ലീക്കി ബക്കറ്റ് ഹോസ്റ്റ് പ്ലേസ്, ലീക്കി ബക്കറ്റ് ടോക്കൺ ബക്കറ്റ് മനസ്സിലായോ? ട്രാഫിക് ഷേപ്പിംഗ്, ടു മെത്തേഡ്സ് യൂസ് ഇൻ ദ കൺജഷൻ അവോയ്ഡൻസ് ആൻഡ് ട്രാഫിക് ഷേപ്പിംഗ്. മനസ്സിലായോ? മനസ്സിലായോ സാർ? Okay. Leaky bucket host places the packet to be sent in the bucket, but tokens are generated in fixed intervals and placed in the bucket. The traffic, in the case of leaky bucket, the traffic is sent onto the output link. But in the case of token bucket, output traffic wire is regulated by the number of tokens available in the buckets. In the case of leaky bucket, burstly traffic into uniform traffic. But in the case of token bucket, the output traffic may be burstly. In the case of a leaky bucket, the bucket can hold a finite number of packets in the queue and output at the finite rate. But in the case of token bucket, a packet can be sent only when a token is available in the bucket. ശരിക്കും പറഞ്ഞാൽ ഈ ക്യൂ എന്ന് പറയുന്നത് ടെമ്പററി സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുന്നത് ലീക്കി ബക്കറ്റിനകത്ത് ഉണ്ട്. പക്ഷെ ടോക്കൺ ബക്കറ്റിൽ ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഡേറ്റ സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പാക്കറ്റ് ക്യാൻ ബി സെൻഡ് ഓൺലി വെൻ എ ടോക്കൺ ഈസ് അവൈലബിൾ. അതർവൈസ് വി ആർ സിറ്റിംഗ് ഇൻ ഐഡിയൽ സ്റ്റേജ്. Congestion control in a packet switched networks. Congestion control is one of the very important parts to be considered while designing any packet switched network due to rapidly growing network. Why we are focusing the congestion control in a packet switched network? Why we are not bothered about the congestion control in the switched network, circuit switched network? Why we are not bothered about the congestion control in a circuit switched network? We are only discussing the congestion control mechanism in a packet switched network. Why? Explain. Congestion control mechanism, we are mostly bothered in the packet switched network. Why? In the circuit switched network, we are not bothered with congestion control. Why? Anyone?
Congestion control mechanism in a packet switch network can be applied on either transport layer or network layer. Flow is a sequence of packet flowing between a source destination pair and the following the same route through the network. TCP provides a connection-oriented reliable service transport layer, while Internet Protocol provides connectionless packets delivery services. Routers does not maintain any state of the flow of connectionless services, whereas the state of the flow is maintained at the routers for the connection-oriented service. Inter-protocol IP provides the basis for packet delivery, and the transmission control protocol TCP provides a burst effort delivery mechanism. Burst effort delivery service is the basic packet delivery service without guarantee of delivery. TCP and IP is very much helping to reduce the congestion, to control the congestion in the packet switch network. Many policies are applied to these incoming packets to handle them in the buffer queuing. Some of the possible choice in queuing algorithms are FIFO, first in, first out, then fair queuing, weighted fair queuing, random error detection, etc. are the methods used to reduce the congestion control in a packet switch network. ഞാൻ മുമ്പേ ചോദ്യം ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ? ഒരു ചോദ്യം ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ? അറിയില്ല, ഉത്തരം അറിയില്ല. അറിയില്ല. അതായത് congestion, we are bothered about the congestion control mechanism in a packet switch network. അതാണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തത്. My question is, why there are two switching networks are there, packet switching and circuit switching. My question is, why we are not bothered about the congestion control, congestion avoidance, congestion prevention mechanism in a circuit switching network? Why? നമ്മള് congestion avoidance, congestion prevention, congestion മെക്കാനിസംസ് എല്ലാം നമ്മൾ പാക്കറ്റ് സ്വിച്ച് നെറ്റ്വർക്സിനെ പറ്റിയാണ് നമ്മൾ ബോധേഡ് ആവുന്നത്. നമുക്ക് വേറെ നെറ്റ്വർക്ക്സ് ഉണ്ട്, സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്ക്. സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്സിലെ കൺജക്ഷനെ പറ്റി നമ്മൾ ബോധേഡ് ആവുന്നില്ല. എന്തുകൊണ്ടാണ്? എനിവൺ ഡെഡിക്കേറ്റഡ് പാത്ത് ഉണ്ടായിരുന്നു. അതാണ്. അതായത് സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടു മെയിൻറ്റെയിൻ എ പാത്ത്, first to establish a end-to-end connection, then the data transmission will be started. But in the case of packet switch network, avade packets ഡേറ്റാഗ്രാം രൂപത്തിലാണ് പോകുന്നത്. നമ്മൾ ഒരേ ലൈനിൽ കൂടി അല്ല, പാക്കറ്റ്സ് പുഷ് ചെയ്ത് നെറ്റ്വർക്കിലേക്ക് വിടുവാണ്. നമ്മൾ ഫ്രാഗ്മെന്റേഷൻ ആണ് സംഭവിക്കുന്നത് അറ്റ് ദ ഡെസ്റ്റിനേഷൻ എൻഡില്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് പാക്കറ്റ്സ് ഏത് സമയത്ത് ലോസ്റ്റ് ആവാം, ഏത് പാക്കറ്റ്സ് ഏത് സമയത്ത് ഡിലേ ആവാം. അതുകൊണ്ടാണ് പാക്കറ്റ് സ്വിച്ച് നെറ്റ്വർക്സിൽ നമ്മൾ കൺജഷൻ അവോയ്ഡൻസിനെ പറ്റി, കൺജഷൻ പ്രിവെൻഷനെ പറ്റി നമ്മൾ മോസ്റ്റ് ബോധേഡ് ആവുന്നത്. ഓക്കെ. So we are moving on to the next unit, emergency networking topology. Emerging networking topologies. Unit 4 of the module 3. Emerging networking topologies. നമ്മൾ നേരത്തെ ഒരു നെറ്റ്വർക്കിംഗ് ഒരു ടോപ്പോളജി നമ്മൾ പഠിച്ചിരുന്നു. എന്തുവായിരുന്നു? കഴിഞ്ഞ ക്ലാസ് നമ്മൾ ടോപ്പോളജി ഡിസ്കസ് ചെയ്തിരുന്നു.
A special type of networks നമ്മൾ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? പേരെന്താണ്? One of a type of networks ഓർക്കുന്നുണ്ടോ? 2 എണ്ണം പഠിച്ചു നമ്മൾ. 2 നെറ്റ്വർക്കിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ, ഓർക്കുന്നുണ്ടോ? എനിവൺ, എനി നെയിം? അലോഹ പഠിച്ചായിരുന്നോ? ATM പഠിച്ചായിരുന്നോ? Okay, mobile ad hoc network. These are the some emerging technology, latest technology networking ആണ്. One is MANET, that is a mobile ad hoc network. Then another one is wireless sensor network, WSN. Then another is IoT, Internet of Things networks. These are the emerging networking technology. What is mobile ad hoc network? Today, we live in a digital age and are constantly surrounded by digital devices such as laptops, mobiles, cameras, music players, etc. These devices are connected through various communication networks like Wi-Fi, Bluetooth, cellular networks, etc. In the earlier times, communication infrastructure had a fixed wired backbone with stationary cell towers and access points. As shown, we are already discussed. Such infrastructure networks, for example, cellular networks, were suitable for locations where access points were easy to install. But in the case of today's, the nodes or laptop, mobiles, etc., are not always fixed at one point, but can move in the system, in anywhere. They connected to the fixed communication infrastructure or sell towards the communication access points, further connected to the internet backbone. However, networks can be configured without APs too. Access point എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആക്സസ് പോയിന്റ് ആയിരിക്കത്തില്ല. ഇറ്റ് മേ വേരി, ഡിപ്പെൻസ്. It may vary time to time. Access point, a collection of at least 2 or more electronic devices equipped with wireless communication and networking capability, forming infrastructure-less networks without base stations, is called a mobile ad hoc network. A collection of at least 2 or more electronic devices equipped with wireless communication and networking capability, forming infrastructure-less networks without base station, is called a mobile ad hoc network. That is called MANET. MANET is a self-organizing and self-configuring multi-hop wireless network with a dynamically changing topology. ആ വയർലെസ് നെറ്റ്വർക്സിൽ ഏത് സമയത്തും നോഡുകൾ മാറാം, ഏത് സമയത്തും. കാരണം ഇറ്റ് മേ വേരി ബിക്കോസ് സംടൈംസ് these nodes are in moving. അപ്പൊ നമുക്ക് ഒരു സമയത്ത് നമ്മൾ ഒരു നെറ്റ്വർക്കിലാണെങ്കിൽ അടുത്ത സമയത്ത് നമ്മൾ വേറെ നെറ്റ്വർക്കിലായിരിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കായി നെറ്റ്വർക്കിന്റെ ടോപ്പോളജി, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതിന്റെ ആ സ്റ്റൈല് മാറി. സോ MANET is a self-organizing and self-configuring multi-hop wireless network with a dynamically changing topology. The devices, that is nodes in the network, not only act as host receiving data, but also as routers that send data to other nodes in the network. MANET supports peer-to-peer communication and peer-to-remote communication with a significantly reduced administrative cost. In the case of MANET, here there is no fixed networking path is formed. So the client server or the server client communication is not possible in the case of MANET. All the devices or hosts connected in the MANET are identical and equal priority. So the peer-to-peer communication or client-to-client or point-to-point communication is mostly used in the MANET. Okay, മനസ്സിലായോ? മനസ്സിലായോ? A MANET can be defined as an infrastructure-less, fully distributed network in which each node acts as a transmitter, receiver, and router. The way of communication is accomplished between the components present in the network
is the main differences between the wireless and wired networks. What is mean by ad hoc network? What is mean by ad hoc? The ad hoc network means a network that is temporarily or implemented immediately when needed for a particular purpose. It is not a permanent solution. With the technological advancements in recent times, it is possible to use mobile nodes and mobile routers. A node can act as a router to create a communication network where everything is mobile and nothing is fixed, moving. This type of networks is called ad hoc network. The characteristics of MANET. A MANET does not have a centralized infrastructure. A MANET has a dynamic topology. A MANET operates in the lower bit rates with varying capacity wireless links. A MANET is network nodes that are often handheld devices with small battery backups. Compared to wired networks, MANET have lesser physical security. As a result, they are vulnerable to various attacks such as eavesdropping, interception, denial of service, and routing attacks. Therefore, different cybersecurity techniques are deployed to make MANET more secure and robust against attacks. The limitations of MANET: throughput drop with the more hops. Nodes in the transmission ranges of each other can send the data packets directly. However, the sequence of multiple hops is required when the node needs to send data packets to a non-neighboring node. Throughput drops with the increasing mobility. The efficiency of the system dropped when the mobility is increasing. Delay time: the time taken by a data package to arrive at its destination after leaving the source node is referred to as delay. Nodes are busy with the transmission and receiving the packets to increase the network's throughput. Advantages of MANET: compared to the traditional network, MANET are cost-effective solutions and easy to set up, especially in geographical locations where fixed infrastructure is not feasible, as the nodes are not tethered. The device-to-device communication is used to create, implement, and manage the MANET without any need of fixed hardware, infrastructure, or rules or regulations. The ability to connect to the internet without any wireless routers is the main advantage of the MANET. The ability to connect to the internet without any wireless routers is the main advantage of the MANET. Okay. Then applications of MANET: tactical networks, sensor networks, emergency services, educational applications, a special geographical area. We are not feasible to set up a permanent network, so we have adopted the MANET. Then in entertainment, location-aware systems. These are the applications of MANET network. Architecture: the protocol stack of the MANET is there is a 4-layer as the same as TCP/IP, link layer, network layer, transport layer, and application layer. Challenges facing ad hoc networks: the MANET being a wireless network, it inherits the traditional problems of wireless networking. The channel is unprotected from the outside interfering signal. The wireless media is unreliable as compared to the wired media. The channel has time varying and asymmetric propagation properties because it is sometimes it may move from one devices to other. Bandwidth constraints, energy constraints, high latency, transmission errors, security vulnerabilities, scalability concerns, fault detection and management. These are the drawbacks, challenges of ad hoc MANET networks. Then wireless sensor network, WSN. As the name suggests, wireless sensor networks is a network of sensor nodes. Now a question may come to your mind: what are sensors? Why hardware equipments which has the capability of sensing the physical characteristics of its surroundings may be called a sensor? To understand sensors, let's compare
These with our body senses through which we sense our surroundings, smell, or your nose, feel heat or cold by your skin, taste with your tongue, etc. Similarly, if these senses are measured by any hardware device, we can say it as a sensor. Then applications. The last decade, wireless sensor network having gained popularity because of their applications and benefits. Some of the popular applications of wireless sensor networks are military, agriculture, education, hospitality, security, and healthcare. Let's discuss some examples of how wireless sensor networks have been changing the world around us. Applications of wireless sensor networks are agriculture. Deployment of wireless sensor networks in the field of agriculture has shown a lot of enthusiasm among the farmers, general public. Then military. At present, we have seen many wireless sensor networks application in the military. One of the most popular application which many countries are currently using it protecting their border from any illegal transpassing or any intrusion attack. Then environment. There are a large variety of applications of wireless sensor network in controlling and managing the environment, air or water pollution, flood and landsliding, forest fire. These are priorly understood with the help of wireless networks. Health, medical field, wireless sensor network are also useful in the health sensor for effectively monitoring the patients, clinical data, exchange of medical data. We can provide various kinds of sensors to patients to continuously measure their health parameters like the heartbeat, ECG, temperature, blood pressure, etc. Traffic. Another application of wireless sensor network is in controlling and managing traffic. Various kinds of sensors can be installed. Various kinds of sensors can be installed in vehicles that continuously provide information to the base station so that the authorities can observe the number of vehicles in a particular area. Traffic. These are the advantages of or applications of wireless sensor network. The structure of wireless sensor network. Here there is a storage, analysis, processing, internet, then base node, then sensor node, sensor region 1, sensor region 2. This is a architecture diagram of the wireless sensor network. Sensor node, classification of wireless sensor networks. Wireless sensor networks are broadly classified in the following types: PAN, LAN, MAN, WAN. Private area network, local area, then MAN, WAN, wireless sensor networks, stationary and mobile wireless sensor networks, single base and multi-base wireless sensor networks, single hop and multi-hop wireless sensor networks, self-organized and non-self-organized WSN, then homogeneous and heterogeneous wireless sensor networks. These are the classifications of wireless sensor networks. Wireless sensor network topology. In wireless sensor network, we have used most probably two topologies. One is star topology, another is mesh topology. The linear or circular topologies are not followed by in the wireless sensor topology. Star is mostly using, and the mesh is also using in the wireless sensor networks. Then IoT introduction. The Internet of Things is a network of physical objects called things embedded with hardware like sensors or actuators or software for exchanging data with other devices over the Internet. With the help of this technology, it is possible to connect any kind of devices like simple household objects, for example, kitchen appliances, baby monitors, ACs, TVs, etc., to other objects like cars, traffic lights, webcams, etc. Connecting these objects to the Internet through embedded devices allows seamless communication between
things, processes, or people. Some of the applications of IoT devices are smart home voice assistants, Alexa, smart traffic lights system. IoT devices, when connected to cloud platform, can provide a huge and wide variety of industry or business applications. As the number of IoT devices are increasing, the problem of storing, accessing, and processing is also emerging. IoT, when used with the cloud technology, provides solutions to these problems due to huge infrastructure provided by the cloud providers. Internet of Things is also seen as an extension of the machine-to-machine communication, M2M communication, with some more capabilities like sensing, acting, and to some extent decision-making also. Here, the large network of small devices communicate via cloud or other network platform. It enables the users to communicate or control a large number of devices in a minimum time and to maximum extent. Hence, IoT as a system comprises of smart objects having components like network, sensors, power, processing power, data, and services around it. Characteristics of and applications of IoT. The characteristics of IoT are heterogeneity, different types of device participating in the network. Here, hardware platform and communication network also differ, but at the end, they all provide a seamless connectivity among them. Dynamic. The smart things under monitoring change their static orientation very frequently. Sometimes the number of participating enabled devices also dynamic. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? IoTയുടെ ക്യാരക്ടറിസ്റ്റിക്സും ആപ്ലിക്കേഷൻസും ആണ് പറയുന്നത്. അത് ഹെട്രോജനിറ്റി, ഡൈനാമിക്, ഇന്റർ കണക്ഷൻ, സ്കെയിലിംഗ്. ഹെട്രോജനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലുള്ള ഡിവൈസും കണക്ട് ചെയ്യാൻ പറ്റും. ഹോമോജീനിയസ് മാത്രമല്ല, ഏത് ടെക്നോളജിയിലുള്ള ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റും. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ അതിനകത്തൊരു ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല. നമുക്ക് ഏത് ഡിവൈസ് എപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റും. ഇന്റർ കണക്ഷൻ, ഏത് ഡിവൈസസ് നമ്മൾ ഇന്റർ കണക്ഷൻ ഡാറ്റ ചേഞ്ച് ചെയ്യാൻ പറ്റും. ദെൻ സ്കെയിലിംഗ്, a number of things around us is numerous in either connection and other related devices would be more in number. This number increases with the increase in the things of our interest. Hence, the IoT device network have to be scalable in the nature. As we are now aware about the IoT as an intelligent connected network of smart things devices, we can see the following applications of the IoT in our real-time life. Monitoring industrial processes, equipment health and product quality, monitoring the health of smart building, critical infrastructure and vehicles, environment monitoring and data collection in extreme climate condition, patient monitoring at homes as well as in emergency vehicles and OTs in hospitals. In many other industries like automotive, aviation, retail, agriculture, defense, and space explorations, we are using the IoT devices. IoT in home automation, intrusion detection and use cases. Security of the home is a major matter of concern to everyone, especially when nobody is at home. It is also important to ensure the security of children and elder members of the house. A lot of security solutions are available today, from access control to intrusion detection. When an unauthorized person tries to enter in the house, IoT has made these systems work smartly and effectively in a real-time manner. A typical home intrusion detection system makes use of smart cameras with night vision and motion detection capabilities. Some of the intrusion detection systems also use passive infrared and door sensors to detect the motion and inform the users. Many of such systems also send short clips or images of the intruders to the users in very short and real time. These systems can also be controlled using cloud-based platform and also possess own system memory to store some vital information. The below given
ഇവിടെ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഹോം ഓട്ടോമേഷൻ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം, IoT in smart cities, smart lighting use case. Lighting in homes, നമ്മുടെ റിമോട്ടായിട്ട് നമുക്ക് വീട് ലോക്ക് ചെയ്യാം, ഡിവൈസസ് നമുക്ക് റൺ ചെയ്യിപ്പിക്കാം, വീട്ടിലെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് നമുക്ക് റിമോട്ടായിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാം, ഫാൻ, ലൈറ്റ് റിമോട്ടായിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. ദീസ് ഓൾ ആർ കമ്മിങ് അണ്ടർ ദ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് technology. Then IoT environment monitoring, air pollution, IoT in healthcare devices using case. ഈ IoT devices വെച്ച് നമുക്കിപ്പോ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ, നമ്മളിപ്പോ കോവിഡ് പോലത്തെ ഉള്ള ഒക്കെ വന്ന സമയത്ത് നമുക്ക് ഹ്യൂമൻ ഇന്ററാക്ഷൻ പോസിബിൾ അല്ല. ഹ്യൂമൻ ഇന്ററാക്ഷൻ ഈസ് വെരി ഡിഫിക്കൽട്ട്. അറ്റ് ദാറ്റ് ടൈം വി ആർ യൂസിങ് ദ റോബോട്ടിക് സിസ്റ്റംസ് with the help of IoT technology. And also in a big farmers, main is personal intervention is not possible. In a some drainage system, manhole, it is not possible human being to dipping down in that system. So we are using the devices like IoT devices. Okay. Drone system, അതുപോലത്തെ IoT devices നമ്മൾ യൂസ് ചെയ്യുന്നു. IoT health care very use. IoT system in architecture, IoT connect physical things to network, and hence various network devices are involved. The physical things are made smart by placing some sensors on them to sense their state, orientation, and environment. These are the characteristics of IoT things, Internet of Things devices. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം.